അനന്തപുരിക്കാരെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ കേരളത്തിനൊട്ടാകെ വലിയ സന്തോഷമാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് കേരളത്തിന് അനുവദിച്ച അമൃത് ഭാരത് സർവീസ് ട്രെയിനുകളാണ്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മാംഗ്ലൂരു റൂട്ടുകളിലാണ് അമൃത് ഭാരത് സർവീസ് അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ പുതിയ പാസഞ്ചർ ട്രെയിനും അനുവദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. നാളെ തിരുവനന്തപുരത്തെത്തുന്ന അനന്തപുരിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഈ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. വന്ദേ ഭാരതിന് ശേഷം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായാണ് ഈ അമൃത് ഭാരത് ട്രെയിൻ സർവീസുകൾ എത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. നമുക്ക് ഈ ട്രെയിനിൻ്റെ വലിയ രീതിയിൽ സാങ്കേതികമായ രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിനിൻ്റെ നിർമ്മിതി എന്നത് തന്നെയാണ് മറ്റൊരു സവിശേഷത. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുമെന്നതും മറ്റൊരു വലിയ സവിശേഷതയായി എടുത്തു പറയാൻ സാധിക്കും. അതായത് പെട്ടെന്നൊക്കെ എത്തണമെങ്കിൽ ഈ വന്ദേ ഭാരത് വലിയ ഉപകാരമാണ്. അതേപോലെ തന്നെയാണ് ഈ അമൃത് ഭാരത് സർവീസ് ട്രെയിനുകളും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്നത് എന്ന് തന്നെയാണ്. 500 കിലോമീറ്റർ അകലങ്ങളിലുള്ള 2 നഗരങ്ങളെ ബന്ധിപ്പിച്ചാകും സർവീസ് നടത്തുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ നിരക്ക് കുറവാണ് എന്നത് മറ്റൊരു സവിശേഷതയാണ് എന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും നമുക്ക് ഈ ട്രെയിനിൻ്റെ അകത്തെ വിശേഷങ്ങൾ കൂടി കാണാവുന്നതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് സീറ്റുകളൊക്കെ തന്നെയും പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത സീറ്റുകളാണ്. മുന്നിലും പിന്നിലും ഒക്കെ തന്നെയും പുഷ്പുൾ ലോക്കോമോട്ടീവ് എഞ്ചിൻ ഘടിപ്പിച്ച സീറ്റുകളാണ്. അതോടൊപ്പം തന്നെ കോച്ചുകൾക്കുള്ളിൽ CCTV ഘടിപ്പിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു സവിശേഷത. അതോടൊപ്പം തന്നെ അറിയിപ്പുകളൊക്കെ തന്നെയും ഡിജിറ്റലൈസ് ചെയ്ത് ജനങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ട്രെയിനിനുള്ളിൽ തന്നെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നതും മറ്റൊരു സവിശേഷതയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ട്രെയിൻ സർവീസുകളാണ്. എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ നിരക്ക് കുറവാണ് എന്നത് തന്നെയാണ് മറ്റൊരു സവിശേഷതയെ എടുത്തു പറയേണ്ടത്. എന്തായാലും നാളെ അനന്തപുരിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചുവേളിയിലുള്ള ഈ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.